ഗൈസ്, എന്ത് കഥ? എല്ലാവർക്കും സുഖമല്ലേ? എന്താ വിശേഷം? അപ്പം നമ്മളെ ഓണവിശേഷം തീരുന്നില്ല കേട്ടോ. ഇന്ന് ജിമ്മിലെ ഓണമാണ്. ജിമ്മിലെ ഓണം ആദ്യമായിട്ടാണ് ഞാൻ ആഘോഷിക്കുന്നത്. ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ ജിമ്മിലെ ഓണം ആഘോഷിച്ചിട്ടില്ല. ഇപ്രാവശ്യം ജിമ്മിലെ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഫാമിലിനെയും കൂട്ടി ഞാൻ അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് ശോകമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗെയിംസ് ഒക്കെ തുടങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര ആവേശമായി. ആക്ച്വലി ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു ഈ പരിപാടി, പക്ഷേ ലാസ്റ്റ് ഇയർ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഒന്ന് കളറാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഇറങ്ങി. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആ കാണുന്നത് അമ്മയും മോനും കേട്ടോ. കുറേ ആൾക്കാർ സാരിയെ കൊടുത്തിട്ടുണ്ടായി, അത്യാവശ്യം നല്ല ട്രഡീഷണൽ ഡ്രസ്സിലുണ്ടായി. പിന്നെ ഗേൾസിൻ്റെ ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ ഗെയിം തുടങ്ങിയപ്പോൾ വൻ കോമഡി ആയിരുന്നു. ശരിയായ രൂപങ്ങളൊക്കെ പുറത്തു വന്ന ആൾക്കാർ. വിന്നർ ആരാണെന്ന് അറിയില്ല. എല്ലാവരും ബലൂണും കാലിനൊക്കെ ഇളകിയൊക്കെ പോയിട്ട് ഉണ്ടായിരുന്നു. അതിനിടയിൽ കുഞ്ഞിപ്പെണ്ണ് ഒരു ഫ്രണ്ടിനൊക്കെ ആക്കി അവിടെ എൻജോയ് പാർട്ടി മൂഡായിരുന്നു. പിന്നെ അതിനിടയിൽ ഇതാ വടംവലി തുടങ്ങി. വടംവലി നല്ല ആവേശമായിരുന്നു. നമ്മളൊരു ടീം സെറ്റാക്കി, അപ്പുറത്തെ ഒരു ടീം ഏഴാൾ വെച്ച് അടിപൊളി ആവേശമായിരുന്നു കേട്ടോ. ഇനീഷ്യലി നമ്മൾ വടംവലിക്ക് ഒന്ന് പാളിയെങ്കിൽ നമ്മൾ വിട്ടെടുക്കും. നമ്മളെ മസിൽ പവർ കാണിച്ചില്ലേ. ഇന്നത്തെ 2ഉം 3ഉം നമ്മൾ വലിച്ചങ്ങ് കയറ്റി. പ്രൈസ് നമ്മൾ അടിച്ചത് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അതിൻ്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ കിട്ടി. അടിപൊളിയായിരുന്നു. ഭയങ്കര ആവേശമായിരുന്നു ജിമ്മിൽ. നമ്മളെ ജിമ്മ് 2 റൂമിലായിട്ടുള്ളത്. അപ്പോൾ ആ മറ്റേ റൂമിൽ നിന്നായിരുന്നു ഈ പരിപാടിയായിട്ട്. അവിടെ കണ്ടു നിൽക്കുന്നവരൊക്കെ എന്താ സപ്പോർട്ടായിരുന്നു അറിയോ? കാരണം നമുക്ക് അത്രയും മോട്ടിവേറ്റഡ് ആവും. അവർ വലിക്ക്. പിന്നെ നമ്മൾ അഭിമാന പ്രശ്നമല്ലേ, ജയിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് വലിച്ചങ്ങിട്ട് ജയിച്ചു. വടംവലി കഴിഞ്ഞ ശേഷം പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല നേരത്തെ എനിക്കൊരു ഇവൻറ്റിന് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായി, മെഴുകുതിരി എത്തിക്കുന്നതിന്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനും കൂട്ടിയിട്ട് ട്രോഫിയൊക്കെ വാങ്ങി. ആ ട്രോഫിയും കൊണ്ട് കുഞ്ഞിപ്പെണ്ണ് കുറേ ഷോ ഓഫ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വടംവലീൻ്റെ ട്രോഫി കൊടുക്കാൻ നമ്മളെ ടീമിനെ വിളിച്ച് നമ്മളെല്ലാവരും പോയി. അതിൽ ടീമിലില്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. പക്ഷേ ഒരു രസമായിരുന്നു, എല്ലാവരും കൂടി അടിപൊളിയായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മെയിൻ സംഭവം വരാൻ പോകുന്നത് ഡി ജെ പാർട്ടി ആയിരുന്നു ഏറ്റവും അടിപൊളി. എനിക്ക് ആ ഓണപരിപാടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട DJ പാർട്ടി ആയിരുന്നു. അത്യാവശ്യം എല്ലാവരും ഇളകി മറിഞ്ഞ് ഡാൻസ് കളിച്ചു. ആദ്യമൊക്കെ എല്ലാവർക്കും ഭയങ്കര ചമ്മലായിരുന്നു ഡാൻസ് കളിക്കാൻ. പിന്നെ നമ്മൾക്ക് ആ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യമേ തുടങ്ങി. ഏകദേശം ഒരു എനിക്കൊന്ന് 10-15 മിനിറ്റോളം, 15 ഒരു അരമണിക്കൂറോളം നമ്മൾ ഡാൻസ് കളിച്ചു. അതിൻ്റെ ഇടയിൽ പായസമൊക്കെ അവിടെ വന്നിട്ടുണ്ടായി. അന്നാലും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. കുഞ്ഞിപ്പെണ്ണും തകർത്ത് ഡാൻസായിരുന്നു. നമ്മളൊക്കെ ആവേശം മൂത്ത് കളിക്കുന്ന കണ്ടിട്ട് അവളും അവളുടെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഭയങ്കര ഡാൻസായിരുന്നു. ഈ ഒരൊറ്റ പ്രോഗ്രാം കൊണ്ട് ഞാൻ ഒരു കാര്യം ഡിസൈഡ് ചെയ്തു, ഇനിയുള്ള ഒരു ഓണപരിപാടിയും ജിമ്മിൽ ഞാൻ മിസ്സാക്കില്ല. കാരണം ഭയങ്കര ആവേശമായിരുന്നു. ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇതാ കണ്ടില്ലേ, എല്ലാവരും ആ ഒരു ഇതിൽ കയറി തുള്ളിയും ഡാൻസ് കളിക്കും. ഭയങ്കര ആവേശമായിരുന്നു. ഈവൻ ഒരാൾ പോലും ഉണ്ടാവില്ല അവിടെ നിന്നിരുന്ന ആൾക്കാരൊന്നും ജമ്പ് ചെയ്യാത്തതും ഡാൻസ് കളിക്കാത്തതായിട്ടില്ല. അപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കേണ്ടവരൊക്കെ അവിടെ നിന്ന് സൈഡിൽ നിന്ന് പായസം കുടിക്കുന്നുണ്ട്. എന്തായാലും ജിമ്മിൻ്റെ ആൾക്കാർക്ക് ഹാറ്റ്സ് ഓഫ്. ഇത്രയും നല്ലൊരു പരിപാടി ഓർഗനൈസ് ചെയ്തതിൽ ജിമ്മിൻ്റെ ആ ഒരു ട്രെയിനേഴ്സും കോച്ചുമാരും എല്ലാവരും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അവർക്ക് ബിഗ് താങ്ക്സും അതേപോലെ കൺഗ്രാജുലേഷൻസും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു ഫോട്ടോ സെഷനൊക്കെ എടുത്തിട്ട് അന്നത്തെ ദിവസം അങ്ങ് തീർത്തു.